വാണിജ്യ സിലിണ്ടറുകളുടെ കുത്തനെയുള്ള വില വർധനവിനെതിരെ ഇന്ന് സംസ്ഥാന വ്യാപകമായി ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖല ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഇന്ന് സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ മുഴുവൻ അടച്ചിട്ടുള്ള പ്രതിഷേധമാണ് അവർ സംഘടിപ്പിക്കുന്നത്. വില വർധനവിൽ ഹോട്ടലുകളുടെ ദിവസേനയുള്ള പ്രവർത്തന ചെലവുകൾ വർദ്ധിക്കുകയും തൊഴിലാളികളുടെ ഉപജീവനമാർഗം നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ വില വർധനവ് പിൻവലിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. മലയോരത്തെ ഹോട്ടൽ വ്യാപാര സ്ഥാപനങ്ങൾ ഈ പ്രതിഷേധത്തിന് ശക്തമായ പിന്തുണയാണ് നൽകുന്നത്. ഈ സാഹചര്യത്തിൽ മലയോരത്തിലെ ഹോട്ടൽ വ്യാപാരികൾക്കും ജനങ്ങൾക്കും എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. വാണിജ്യങ്ങളുടെ വില വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പം ഹോട്ടലിന്റെ ദിവസേനയുള്ള ചെലവുകളെ അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? ഒരു 1000 രൂപയോളം ഒരു ദിവസം എല്ലാ ഹോട്ടലുകാരനും ബാധിക്കുന്നുണ്ട്. ഒരു ഏകദേശം സാധാരണ ഹോട്ടലിന് ഒരു സിലിണ്ടർ ഇവിടെ ഏകദേശം വേണം, എന്നാലേ ആവും. അതിന് ഒരു 1000 രൂപ ഏകദേശം വരുന്നുണ്ട്, കൂടുതലായിട്ട് വരുന്നുണ്ട്. ഒരു മാസം എത്രത്തോളം ഈ സിലിണ്ടർ ചെലവാകും? അത് ഒരു മാസം ഒരു 30 സിലിണ്ടറായി. ഒരു ദിവസം ഒരു സിലിണ്ടർ 1000 രൂപയോളം അധികം ചിലവായിട്ട് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ വാണിജ്യ സിലിണ്ടറിന് വില വർദ്ധിച്ച സാഹചര്യത്തിൽ ഭക്ഷണ സാധനങ്ങളുടെ വിലയും വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ആവശ്യമായിട്ട് ഹോട്ടൽ വ്യാപാരികൾ കണക്കാക്കുന്നുണ്ടോ? എല്ലാ സാധനത്തിനും വില കൂടിയിട്ടുണ്ട്. ഓയിലിനായാലും മറ്റെല്ലാ സാധനത്തിനായാലും മുമ്പിലെ അപേക്ഷിച്ച് ഓയിലിന് 400 രൂപയോളം വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സാധനവും തൊഴിലാളികൾക്ക് തന്നെ ക്ഷാമമുണ്ട്. ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകാൻ വളരെയധികം വിഷമമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഈ സിലിണ്ടറും കൂടെ വില കൂടുമ്പം ഹോട്ടൽ മേഖല യാതൊരു കാരണവശാലും മുമ്പിലോട്ട് പോകാൻ പറ്റാത്ത രീതിയിലാണ് അവസ്ഥയാണ് ഉള്ളത്. അപ്പം ഹോട്ടലിലെ പ്രവർത്തന രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഇപ്പം സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുക, അതുപോലെ ഫുഡിൻ്റെ ഐറ്റംസ് കുറയ്ക്കുക, അതുപോലെ പ്രവർത്തന രീതിയിൽ മാറ്റങ്ങൾ ഇല്ല. ഇതുവരെ ഇങ്ങനെ നഷ്ടം തയ്ച്ചുകൊണ്ടാണ് ഹോട്ടൽ മുമ്പിലോട്ട് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം ഈ ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചപ്പം അത് കഴിക്കാനെത്തുന്ന ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ കുറവാണ്. കച്ചവടം കുറയുന്ന സാഹചര്യം. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്താണ് നമ്മുടെ ഗവൺമെന്റിനോടും ഈ ഗ്യാസിൻ്റെ വില അടിയന്തരമായിട്ട് പിൻവലിക്കുക, അതാണ് സർക്കാരിനോട് പറയാനുള്ളത്. മറ്റുള്ളതൊക്കെ മൊത്തത്തിൽ വില വർധന, തൊഴിലാളികൾ കൂടി വർദ്ധിച്ചിട്ടുണ്ട്, മറ്റെല്ലാം വർധനവും വന്നിട്ടുണ്ട്. അത് പിന്നെ എങ്ങനെ പറയും? അതിനോടുകൂടി ഈ സിലിണ്ടറിൻ്റെ വിലയും കൂടി കൂടുമ്പോൾ വളരെയധികം വിഷമത്തിലാണ് വ്യാപാരികളുള്ളത്. അപ്പം ഇന്ന് സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിട്ടാണ് നടക്കുന്നത്. അത് എത്രത്തോളം ഫലം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? 100% ഫലം ഉണ്ടാകുന്നതാണ്. ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുന്നതാണ് നമുക്ക് പറയാനുള്ളത്. അവശ്യ സാധനങ്ങളുടെ വില വർധനവിൽ വളരെ വീർപ്പുമുട്ടി നിൽക്കുകയാണ് നമ്മൾ. അതിനിടയിലാണ് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില കൂടി കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 993 രൂപയാണ് ഒരു സിലിണ്ടറിന് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. ഇത് ഹോട്ടൽ മേഖലയെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഈ പ്രതിഷേധം എങ്ങനെ അറിയിക്കണം എന്നറിയാതെ ഞങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. അവശ്യ സാധനങ്ങൾക്ക് വില കൂടിയിട്ടും ഞങ്ങൾ ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചില്ല. എന്നാൽ ഇന്നിപ്പോൾ ഗ്യാസിൻ്റെ വില കൂടിയപ്പോൾ വർദ്ധിപ്പിക്കാതിരിക്കാൻ വയ്യ. നമ്മളുടെ ബുദ്ധിമുട്ട് ഗവൺമെൻറ്റിലേക്ക് അറിയിക്കുക, സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ അറിയിക്കാൻ ഞങ്ങൾക്ക് വേറെ മാർഗങ്ങളില്ല. അതുകൊണ്ടാണ് ഇന്ന് കേരളം ഒട്ടുക്ക് ഹോട്ടലും റെസ്റ്റോറൻറ്റുകളും അടച്ചിട്ടുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. എങ്ങനെ നോക്കിയാലും ഇല മുള്ളിൽ വീണാലും മുള്ള ഇലയിൽ വീണാലും ഇലക്ക് കേട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഹോട്ടൽ വ്യാപാരികൾ അനുഭവിക്കുന്നത്. ഇന്ന് ഞങ്ങൾ കട അടച്ചിടുമ്പോഴും ഞങ്ങൾ വാടക കൊടുക്കണം. ഒട്ടുമിക്ക സ്ഥാപനങ്ങളും വാടകയ്ക്ക് നടത്തുന്ന സ്ഥാപനങ്ങളാണ്. പിന്നെ ഈ വില വർധനവിനോടനുബന്ധിച്ച് ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ തൊഴിലാളികളുടെ എണ്ണം കുറക്കുവാനും സാധിക്കില്ല. കാരണം ഭക്ഷണം ഉണ്ടാക്കാനും അത് പാത്രങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും ഹോട്ടൽ മെയിൻറ്റെയിൻ ചെയ്യാനും അതിനും ഒക്കെ അത്ര തന്നെ ആളുകൾ വേണം. ഓരോ വർഷവും വെള്ളത്തിൻ്റെ പരിശോധനയായിട്ടും മറ്റ് പരിശോധനകളായിട്ടും അതിനുള്ള പൈസ വേറെ കണ്ടെത്തണം. അപ്പോൾ ഈ വീർപ്പുമുട്ടി നിൽക്കുന്ന ഈ അവസരത്തിൽ ഈ പ്രതിഷേധം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ശ്രദ്ധയിൽപ്പെടും. അവരുടെ ഭാഗത്തു നിന്നും നമ്മളുടെ ആവശ്യപ്പെടുന്നത് എത്രയും വേഗം വില കുറച്ച് സിലിണ്ടറിന് പഴയ വിലയിൽ തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഈ സമരത്തിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്താകെ ഹോട്ടൽ വ്യാപാരികൾ ഇന്ന് കടയടവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗ്യാസിന് 1000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. സാധാരണഗതിയിൽ തന്നെ ഇന്ന് ഹോട്ടലുകളിൽ വാടകയായാലും മറ്റ് തരത്തിലുള്ള എല്ലാ വർധനവും
കൊണ്ട് ഹോട്ടൽ വ്യാപാരികൾ ബുദ്ധിമുട്ടുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഗ്യാസിന് 1000 രൂപ വർദ്ധിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് ഹോട്ടൽ വ്യാപാരികൾ മാറിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഹോട്ടൽ വ്യാപാരികൾ ഇന്ന് സംസ്ഥാന വ്യാപകമായി ഹർത്താൽ നടത്തുന്നത്. അതിന് വ്യാപാരി വ്യവസായ സമിതി പിന്തുണ കൊടുത്തിരിക്കുകയാണ്. ഈ ഗ്യാസ് വില വർധനവ് എത്രയും പെട്ടെന്ന് പിൻവലിക്കണമെന്നാണ് വ്യാപാരി വ്യവസായ സമിതിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒട്ടാകെ ഹോട്ടലുകൾ അടച്ചിട്ടുള്ള പ്രതിഷേധമാണ് ഉള്ളത്. ഈ പ്രതിഷേധം എത്രത്തോളം ജനങ്ങളെയും അതുപോലെ തന്നെ ഹോട്ടൽ വ്യാപാരി വില വർധനവ് എത്രത്തോളം ഹോട്ടൽ വ്യാപാരികളെയും ബാധിക്കുന്നുണ്ട്? ഇത് കൃത്യമായിട്ട് ഈ വില വർധന ഹോട്ടലുകളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. കാരണം നമുക്കറിയാം, ലോകം മുഴുവനും ഇന്നത്തെ ഈ പ്രത്യേക യുദ്ധസമാന സാഹചര്യത്തിൽ ഇത്തരം പ്രധാനമായ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളായ നമ്മുടെ രാജ്യങ്ങൾ, അതുപോലെ ഇറാൻ, പ്രത്യേകിച്ച് ഇറാൻ, മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങൾ, അവിടെയൊക്കെയുള്ള യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു നമ്മുടെ പാചകവാതകത്തിന് അതുപോലെ മറ്റ് ഇന്ധനങ്ങൾക്കൊക്കെ വില വർദ്ധിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ ഈ പറയുന്ന ക്രമാതീതമായ വില വർധനവ് ഹോട്ടൽ വ്യവസായത്തെ അതുപോലെ തന്നെ മറ്റ് സംരംഭങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട എന്തിനേറെ നമ്മുടെ അടുക്കളയെ പോലും ബാധിക്കുന്നൊരു വിഷയമാണ് ഇന്നത്തെ വിലക്കയറ്റം. അതിൽ അത്ര സമാനമായ സാഹചര്യങ്ങൾ പുതിയ സർക്കാരെങ്കിലും രൂപപ്പെട്ടു വന്നതിന് ശേഷം അത്തരം നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷ.